ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടിവിയിൽ കൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയിൽ കൂടെ ഞാനൊരു സാക്ഷ്യവും പിന്നീട് ദൈവവചനവും അറിയിപ്പാനൊക്കെ അവസരം നൽകി തന്നിട്ടുണ്ട്. അത് അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി തീർന്നുവെന്ന് അറിയുവാനിടയായി തീർന്നു. വീണ്ടും ദൈവാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു പ്രേരണ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തുവിൽ നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഞാനും കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയലുമായി സംസാരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വീഡിയോയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ അകത്തുള്ള ഭയം മാറട്ടെ, അകത്തുള്ള പ്രത്യാശ വർദ്ധിക്കട്ടെ എന്നീ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗപിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകിച്ച് അരോമ ടിവിയെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഭിഷിക്ത ദാസിനെയും അതോടൊപ്പം തന്നെ ഇതിൽ കൂടെ വീക്ഷിക്കുന്ന ഓരോ വ്യൂവേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അത് വെളിപ്പാടുകളായി മാറുവാൻ നീ സത്യം അറിയുകയും സത്യം തന്നെ സ്വതന്ത്രമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരട്ടെ. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യനും അറിയുവാനുള്ള ആകാംക്ഷയും എല്ലാ മനുഷ്യനും ഫേസ് ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് മരണം എന്നുള്ള വിഷയം. മരണത്തിനപ്പുറത്തുള്ള ജീവിതം. ഈ മരണത്തിനപ്പുറത്ത് എന്താണ് എന്നുള്ളത് പലർക്കും അറിയാത്തതും ഭയപ്പെടുത്തുന്നതും ആയ ചില കാര്യങ്ങളൊക്കെയാണ്. മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പല ടീച്ചിങ്ങുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒരു വ്യത്യസ്തമായ രീതികൾ അവരുടെ പുസ്തകം പഠിപ്പിക്കുന്ന അനുസരിച്ച് പറയാറുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികൾ പോലും മരണത്തിനപ്പുറത്ത് എന്താണ് എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു ബൈബിളാണുള്ളത്. എന്നാൽ ക്രിസ്തീയ വിഭാഗത്തിനകത്ത് തന്നെ പല പഠിപ്പിക്കലുകളുണ്ട്. ഓരോരുത്തർക്കും അവർക്ക് ലഭിച്ച അറിവുകളും അവർ വായിച്ചറിഞ്ഞതും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അങ്ങനെ പല അറിവുകൾ കൂടെ പല പല രീതിയിൽ ഈ വിഷയത്തെ അത് ചിന്തിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. പലരുടെയും അകത്തുള്ള അറിവുകളും ചിലത് വികലവുമാണ്. എൻ്റെ അകത്ത് ദൈവം തന്ന വെളിപ്പാടുകൾ, പ്രത്യേകിച്ച് എൻ്റെ മോൻ ഗ്ലാഡ്സൺ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം നിത്യതയെക്കുറിച്ച് കർത്താവ് കാണിച്ചു തന്ന ചില കാഴ്ചപ്പാടുകൾ, ചില വെളിപ്പാടുകൾ, അത് പലയിടത്തും പങ്കുവെക്കാനിടയായി. അത് പലർക്കും പ്രയോജനമായി തീർന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അല്പമായി വിശദമായിട്ടല്ല, ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ മോൻ പോയതിനു ശേഷം അനേക ദിവസമാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടി മുമ്പോട്ട് വന്നു. അനേകം ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. എന്നാൽ ഒരു ദേവദാസൻ ഒരു വാക്യം അയച്ചു തന്നു. പാസ്റ്റർ, എനിക്ക് അധികം ഒന്നും പറയാനില്ല, ഞാനൊരു വാക്യം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞൊരു വാക്യം അയച്ചു തന്നു. ആ വാക്യം എനിക്ക് വലിയ ബലമായി തീർന്നു. ആ വാക്യം ഇതായിരുന്നു. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 20:38. ഞാനിത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നല്ലോ. എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാം മരിച്ചത് നമുക്കറിയാം, ഇസഹാക്ക് മരിച്ചത് നമുക്കറിയാം, യാക്കോബ് മരിച്ചത് നമുക്കറിയാം. പക്ഷേ മോശ പറയുന്നു, ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം അത്രേ. അപ്പോൾ യേശു പറയുകയാണ്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അവന് എല്ലാവരും ജീവിച്ചിരിക്കുന്നല്ലോ. അതിന്റെ അർത്ഥം അബ്രഹാം ജീവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇസഹാക്ക് ജീവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം യാക്കോബ് ജീവിച്ചിരിക്കുന്നു.
എന്താണ് മരണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് മരണം? എന്താണ് മരണത്തിനപ്പുറത്തുള്ള ജീവിതം? യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 25ഉം 26ഉം വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25, 26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ഒരു പക്ഷേ ഒടുക്കത്തെ നാളിലെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാകാം, അതല്ലെങ്കിൽ മരിച്ച വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ചാകാം. മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കും, അവനൊരു പുനരുത്ഥാനം ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞാൽ, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം ജീവനും, എന്ന് വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ഈ ഒരു വാക്യം അതിനെക്കുറിച്ച്. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഈ രണ്ട് വാക്യം ഒന്ന് ചിന്തിച്ചാട്ടെ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അവൻ എല്ലാവരും ജീവിച്ചിരിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഭൂമിയുടെ പരപ്പിൽ വന്നിട്ടുള്ള സകല മനുഷ്യരും മരിച്ചു മാറ്റപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നവർ, അവരെല്ലാവരും ജീവനോടെയാണ്. അവരുടെ ശരീരം മാത്രമാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? ആത്മാവിന്റെ കൂടെ പ്രാണനും പോയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഞാൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, അബ്രഹാം മരിച്ചതായിട്ട് നമുക്കറിയാം, അവനെ കല്ലറയിൽ വെച്ചത് നമുക്കറിയാം. എന്നാൽ അവസാനത്തെ കഥ അബ്രഹാമിനെ കുറിച്ച് യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അവിടെ ധനികനായ ഒരു മനുഷ്യനെ കുറിച്ചും അതുപോലെ തന്നെ ദരിദ്രനായിരുന്ന ലാസറിനെ കുറിച്ചുമുള്ള കഥ. അവർ രണ്ടുപേരും മരിച്ചു. പിന്നീട് എങ്ങോട്ടേക്കാണ് അവർ പോയത്? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം തൊട്ട്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിഷപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എടുക്കപ്പെട്ടുവെന്നോ പറയുന്നില്ല, കൊണ്ടുപോയി എന്ന് പറയുന്നു. ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇപ്പോൾ ധനവാൻ കിടക്കുന്നത് പാതാളത്തിലാണ്, അവിടെ നിന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് ഈ ധനവാന് ലാസറിനെ കാണാൻ പറ്റി, അതുപോലെ തന്നെ അബ്രഹാമിനെ കാണാൻ പറ്റി. ഇവർ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റി. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുഷ്സിൽ നീ നന്മയും ലാസർ അതുപോലെ തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പ്രിയമുള്ളവരെ, ലാസറിനെയും അബ്രഹാം പിതാവിനെയും ധനവാൻ കാണുകയും ധനവാൻ അബ്രഹാമിനോട് സംസാരിക്കുകയും അബ്രഹാം തിരിച്ച് മറുപടി പറയുകയും ചെയ്യുകയാണ്. ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. പക്ഷേ ശബ്ദത്തിന് അതിൽ കൂടെ കടന്നു പോകാൻ കഴിയുമായിരുന്നു. രണ്ടുപേരും സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു.
ഈ ധനവാന്റെ അകത്ത് ഈ യാതനാ സ്ഥലത്ത് ചെന്നതിന് ശേഷവും തന്റെ ഭൂമിയെക്കുറിച്ചുള്ളത്, തന്റെ സഹോദരന്മാരെ കുറിച്ച്, തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ വിട്ട് മാറുന്നില്ല. താൻ അവിടെ എത്തപ്പെട്ടതിൽ നിരാശയുണ്ട്, ദുഃഖമുണ്ട്. തന്റെ സഹോദരന്മാർ ഇവിടെ വരരുതെന്ന് താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടെ അബ്രഹാമിനോട് അപേക്ഷിക്കുന്നു, ലാസറിനെ ഇങ്ങോട്ട് അയക്കണം. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസറിനെ ഭൂമിയിലേക്ക് അയക്കാൻ പറയുന്നു. അതും അബ്രഹാം പറയുന്നു, അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ. അബ്രഹാം മരിച്ചതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് മോശ വന്നത്. പക്ഷെ അബ്രഹാമിന് മോശയെക്കുറിച്ച് അറിയാം, മോശയെക്കുറിച്ച് അറിവുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് അറിവുണ്ട്. അപ്പോ മരിച്ചു പോയ ആൾക്കാർക്ക് പിന്നീട് വന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും അറിവുണ്ട്, ഓർമ്മയുണ്ട് എന്നിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ടല്ലേ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ മോശയും ഏലിയാവും വന്നത്. അവർ വന്നിട്ട് യെരുശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണ കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് അവർ യേശുവിനോട് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. മരണം കൊണ്ടെല്ലാം തീരുന്നില്ല, മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട്. ഇവിടെ അവരുടെ പ്രാണൻ അല്ലെങ്കിൽ സോളും സ്പിരിറ്റും ആക്റ്റീവായി തന്നെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നു. ആർക്ക്? ഈ യാതനാ സ്ഥലത്തുള്ളവര്. എന്നാൽ ലാസറിന്റെ അകത്തുള്ള ഇമോഷൻസ് എന്താണെന്ന് ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാരണം ലാസർ പോയിരിക്കുന്ന ഇടത്ത് ദുഃഖമില്ല, നിരാശയില്ല. അവൻ വിശ്രാമത്തിലേക്കാണ് താൻ കയറിയിരിക്കുന്നത്. ദാനിയേലിന് പറഞ്ഞ പോലെ നീ വിശ്രാമത്തിലേക്ക് പോകുക. എന്താണ് ഈ വിശ്രാമം എന്ന് ഉദ്ദേശിക്കുന്നത്? ഉറക്കമല്ല വിശ്രാമം. വിശ്രമം എന്ന് പറയുമ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം 24 hours പോയി കിടന്ന് ഉറങ്ങുക എന്നല്ല. എന്ന് പറഞ്ഞാൽ അവിടെ there is no work to do. 6 ദിവസം അധ്വാനിച്ച് 7ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ, ശബത്ത് അനുഭവം എന്ന് പറയുന്നത് പോലെ there is no work to do. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇവർ പ്രവേശിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പക്ഷെ യേശു കർത്താവിന്റെ വരവോടുകൂടി യേശു കർത്താവ് കള്ളനോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്നാണ്. ഈ യാതനാ സ്ഥലം, അതല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്നതിലേക്കല്ല യേശു കർത്താവ് വരച്ചു ചൂണ്ടുന്നത്. പർദീസ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ്, പാരഡൈസ്. ഞാനത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 39-ാമത്തെ വാക്യം തൊട്ട്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിലൊരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞു. അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഇവിടെ 3 പേര് മരിക്കാൻ പോകുക. ഒരാൾക്ക് മരിക്കാൻ താല്പര്യമില്ല. ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. നീ മശികയല്ലേ, മശികയാണ്, രക്ഷിപ്പാൻ കഴിയത്തില്ലേ? പക്ഷെ യേശുവിനെ നോക്കിയപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ ശരീരം മുഴുവൻ തകർന്ന്, രക്തം മുഴുവൻ ബ്ലീഡിംഗ് ആണ്, തന്റെ ശരീരം മുഴുവൻ. തന്നെക്കാട്ടും പെട്ടെന്ന് മരിക്കാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് യേശു ആയിരിക്കുന്നത്. അപ്പൊ ആ യേശുവിന്റെ രൂപം കണ്ടപ്പോൾ അത് മശികയാണെന്നും തന്നെ രക്ഷിപ്പാൻ ശക്തിയുണ്ടെന്നും ഈ കള്ളനെ വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പരിഹാസത്തോടെ പറഞ്ഞത്, നീ മശികയാണെങ്കിൽ ആദ്യം നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാം. പരിഹസിച്ച് പറയുമ്പോൾ അതിന് മറുപടി യേശു പറയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ കള്ളൻ, അവന് ദൈവഭയമുള്ളതാ. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നമ്മൾ ന്യായമായിട്ടുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അവന് മനസ്സിലായി, ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ ഞാൻ അതിന് യോഗ്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു. ഒരു മാനസാന്തരമുണ്ട്. പക്ഷെ അതും പോരെ രക്ഷപ്പെടാൻ. തന്റെ അകത്തുള്ളൊരു വെളിപ്പാട്, താനും മരിക്കും, യേശു മരിക്കും, അദ്ദേഹവും മരിക്കും. അങ്ങനെ മരിക്കാൻ പോകുന്ന ആ യേശുവിനെ നോക്കിയിട്ട് ഈ കള്ളൻ പറയുകയാണ്, ഞാനും മരിക്കും, നീയും മരിക്കും, എന്റെ ഭാഷയെ പറഞ്ഞ. പക്ഷെ മരണം കൊണ്ട് ഇത് തീരുന്നില്ല. നീ രാജാവാ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. പ്രിയമുള്ളവരെ, രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുള്ളൊരു വെളിപ്പാട് ഈ കള്ളന് അവിടെ വെച്ച് ലഭിച്ചു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കള്ളൻ പറഞ്ഞത്. കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ ആ ക്രൂശിൽ യേശുവിന്റെ കൂടെ. പക്ഷെ അതിനകത്ത് ക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഈ കള്ളൻ അവിടെ വെച്ച് പ്രാപിച്ചു. എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഈ ക്രൂശിൽ വെച്ച്. പിതാവ് പോലും കൈവിട്ടു എന്ന് വിചാരിച്ച സ്ഥാനത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കള്ളൻ പറയുന്നു,
മരണം കൊണ്ട് തീരത്തില്ല. മരണത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. നീ വീണ്ടും രാജാവായി മടങ്ങി വരും. നീ രാജാവാണ്. നീ രാജത്വം പ്രാപിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. വാസ്തവത്തിൽ ഒരു പ്രവചനമാണ് നടത്തുന്നത്. യേശുവിനെ അത് ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആമേൻ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നു, നീ അന്ന് വരെ കാത്തിരിക്കേണ്ട, ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. പ്രിയമുള്ളവരെ, യേശു മരിച്ചു, കള്ളനും മരിച്ചു. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആ കള്ളനും യേശുവും അന്ന് പർദീസയിലാണ്. അത് അബ്രഹാമിന്റെ മടിയിലേക്കല്ല പോയിരിക്കുന്നത്. ചില ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, ഈ അബ്രഹാമിന്റെ മടിയിലേക്കായിരിക്കും. ക്രൂശിൽ യേശുവിന്റെ കൂടെ മരിച്ച കള്ളൻ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ, പുതിയ നിയമ വെളിപ്പാടിന്റെ കീഴിലാണോ എന്നൊരു ചോദ്യം അകത്തേക്ക് വരാം. നിശ്ചയമായും ക്രൂശിൽ മരിച്ച യേശു കർത്താവിന്റെ കൂടെയാണ്. അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതല്ലേ സ്നാനം. വാസ്തവത്തിൽ ഈ കള്ളനും യേശുവിനോടുകൂടി മരിച്ചു. ആ യേശുവിനോടുകൂടെ താൻ ഇപ്പോൾ പർദീസയിലായിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഏറ്റവും കൂടുതൽ കൃപ ലഭിച്ചൊരു മനുഷ്യനാണ് ഈ കള്ളൻ എന്ന് പറയാം. കാരണം ഒരു പ്രവൃത്തിയും ചെയ്യാതെ സൗജന്യമായി തനിക്ക് രക്ഷ ലഭിച്ചു. പക്ഷേ ആ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിലും തന്റെ അകത്ത് വന്ന വെളിപ്പാട് മറ്റാർക്കും ഇല്ലാത്ത വെളിപ്പാടായിരുന്നു. രാജത്വം പ്രാപിച്ചു വരുന്ന യേശുവിനെ കുറിച്ചുള്ള, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രാവശ്യം പോലും അദ്ദേഹം ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കള്ളൻ അപേക്ഷിച്ചില്ല. താൻ മരിപ്പാൻ തയ്യാറായിരുന്നു. പക്ഷെ മരണത്തിനപ്പുറത്തും താൻ ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം തന്റെ അകത്തുണ്ടായി. പ്രിയമുള്ളവരെ, സ്വർഗം എന്ന് പറയുന്നത് വിശാലമാണ്. ഈ പ്രപഞ്ചം എത്ര വലുതാണ്. ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ച്, ഉപഗ്രഹങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച് എത്രയോ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അങ്ങനെയുള്ള ദൈവം വസിക്കുന്ന സ്വർഗം എത്ര വലുതായിരിക്കും. ആ സ്വർഗത്തിന് എത്രയെത്ര സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും പല മനുഷ്യന്റെ ചിന്താഗതി സ്വർഗം എന്ന് പറഞ്ഞാൽ 2 ഏക്കർ സ്ഥലമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ 2 ഏക്കർ പഴയ വിശ്വാസികൾക്ക്, 2 ഏക്കർ പുതിയ വിശ്വാസികൾക്ക് അങ്ങനെ വേർതിരിച്ചു കൊടുത്തിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരു കസേരയിട്ട് യേശു ദൈവം ഇരിക്കുന്നു. അല്ല പ്രിയമുള്ളവരെ, സ്വർഗം വിശാലമാണ്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം സ്വർഗത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്നാൽ ദൈവം വസിക്കുന്ന ഇടം എത്ര വലുതായിരിക്കും, എത്ര മനോഹരമായിരിക്കും. അവിടെ ആർക്കാണ് ചെല്ലാൻ പറ്റുന്നത്? ഈ കള്ളൻ, ഈ യേശുവും 3 ദിവസം പർദീസയിലായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് നമുക്കറിയാം, പണ്ട് നോഹയുടെ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവരോട് പോയി സാക്ഷ്യം പറഞ്ഞതിനെ കുറിച്ചൊക്കെ പത്രോസിന്റെ ലേഖനം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 3 ദിവസത്തിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എല്ലാം ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആമേൻ. നമ്മൾ പലപ്പോഴും ഹ്യൂമൻ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ 3 ദിവസത്തെ ചിത്രീകരിക്കുന്നത്. സമയത്തിന് അതീതമാണ് ദൈവം. ഹല്ലേലൂയ. എന്നാൽ 3-ാം ദിവസം യേശു അതേ പുനരുത്ഥാനം ചെയ്തതായിട്ട് ദൈവവചനം പറയുന്നു. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശു പുനരുത്ഥാനം ചെയ്തു. കല്ലറയുടെ വാതിൽ തുറന്നു കിടന്നു. ആമേൻ. ദൂതന്മാർ കല്ലുരുട്ടി മാറ്റിയിരുന്നു. യേശു അതിനകത്തില്ലായിരുന്നു. അവിടെ വെച്ച് മറിയോട് പറയുന്നുണ്ട്, സ്ത്രീയെ, എന്നെ നീ തൊടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ അവർക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോ സ്ത്രീയെ, എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം താൻ അതേ പർദീസയിലായിരുന്നു. ആ പർദീസയിൽ പിതാവായ ദൈവം വസിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തെറ്റിരിക്കരുത്. ദൈവം സർവ്വവ്യാപിയാണ്, സകലയിടത്തുമുണ്ട്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ദൈവം എല്ലായിടത്തുമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സിംഹാസനമുള്ള ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് സ്വർഗം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. പിതാവ് ഇരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ തന്നെ ഹിസ് പ്രസൻസ് എവരിവെയർ, എല്ലായിടത്തുമുണ്ട്. ആ പിതാവ് ലിറ്ററലി ഇരിക്കുന്നിടത്തായിരുന്നില്ല യേശു, പർദീസയിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിന്നീട് യേശു കർത്താവ് 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 500-ലധികം ആൾക്കാർക്ക് പ്രത്യക്ഷമായി. ശിശുമാരുടെ ബന്ധത്തിൽ 2-3 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലർ ചിന്തിക്കുന്നു ഓരോ ആഴ്ചയിലും വന്ന് കണ്ടിട്ട് പോയിട്ട് തിരിച്ചു വരുന്നുവെന്ന്. അങ്ങനെയൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. 500-ലധികം ആൾക്കാർക്ക് പല പ്രാവശ്യമായി പ്രത്യക്ഷപ്പെട്ടു വന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അത് ഈ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മാത്രമാണോ ഈ 500 ഒരുമിച്ച് കണ്ടത്, അതോ വ്യത്യസ്തമായ സമയത്താണോ എന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, യേശു ഈ ഭൂമിയിലുണ്ടായിരുന്നു. 40-ാം നാളാണ് യേശു എല്ലാവരുടെ മുമ്പിൽ സ്വർഗാരോഹണം ചെയ്യുന്നത്. അവിടെ പിതാവിന്റെ വലതുഭാഗത്ത് യേശു പോയി ഇരിക്കുന്നു. ആ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു, ആ യേശുവിനെ പിന്നീട് സ്തെഫാനോസ് കാണുന്നുണ്ട്. സ്വർഗം തുറന്നതും പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതുമൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നത് അവിടെ നിന്ന് യേശു രക്ഷിതാവായി നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അതേ മഹിമയുള്ള ശരീരമായി മാറ്റേണ്ടതിന് രക്ഷിതാവായി വരുന്ന തീത്തോസ് അതേ ആ ആ ആ ഫിലിപ്പോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. എന്നാൽ മരിച്ചവർ യേശുവിനോട് ചേർന്ന് പിതാവിന്റെ വലതുഭാഗത്താണോ ഇരിക്കുന്നത്, അതോ പറുദീസയിലാണോ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പറുദീസയിൽ പോയിട്ട് വന്ന ഒരു വ്യക്തിയുണ്ട്, പൗലോസ്. പക്ഷെ താൻ പറയുന്നു, ഞാൻ ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ പോയതെന്ന് എനിക്കറിയില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു രംഗമുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യം തൊട്ട്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നു കൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. ഈ രംഗം നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, 1-2 പേരല്ല, ഒരു വലിയ പുരുഷാരം, അത് ആയിരക്കണക്കിന് ആൾക്കാർ കാണാം. 100 പേരെ പോലും ഒരു പുരുഷാരം എന്നൊന്നും പറയത്തില്ല. ഒരു വലിയ കൂട്ടം ജനം, അവരുടെ കയ്യിലെല്ലാം കല്ലുണ്ടായിരുന്നു. അവർ പൗലോസിനെ കല്ലെറിഞ്ഞു. ഈ കല്ലെറിഞ്ഞ് വീണ പൗലോസ്, അവിടെ പറയുന്നു, ജനം കൺഫേം ചെയ്തു അവൻ മരിച്ചുവെന്ന്. ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും. അവർ തടിച്ചുകൂടാൻ ഒരു സമയമുണ്ടായിരുന്നു, കല്ലെറിയുവാൻ ഒരു സമയമുണ്ടായിരുന്നു, എറിഞ്ഞതിന് ശേഷം പൗലോസ് മരിച്ചു എന്ന് ഉറപ്പാക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ കാഴ്ച കാണാൻ ഒരു പക്ഷേ ആൾക്കാർ കൂട്ടം കൂടി കാണും. അത് കഴിഞ്ഞിട്ട് അവൻ മരിച്ചു എന്ന് കൺഫേം ചെയ്തതിനു ശേഷം അവന്റെ ശരീരത്തെ ഇഴച്ചുകൊണ്ട്, ഇത് പട്ടണത്തിനകത്ത് നടക്കുന്ന കാര്യമാണ്. ആ പട്ടണത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകുവാൻ 1 കിലോമീറ്റർ ആണോ 2 കിലോമീറ്റർ ആണോ 5 കിലോമീറ്റർ ആണോ എന്ന് നമുക്കറിയത്തില്ല. പലപ്പോഴും വലിയ പട്ടണങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ പോലുമുള്ള പട്ടണത്തിൽ നിന്നും വെളിയിലേക്ക് പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ എങ്കിലും സ്ഥലം കാണത്തില്ലേ? എന്തായാലും ഇവർ ശരീരം വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ശരീരത്തിൽ ജീവനുള്ളതായിട്ട് ഒരു തെളിവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ വെറുതെ വിടത്തില്ലായിരുന്നു. അങ്ങനെ പട്ടണത്തിന് പുറത്ത് ഇഴച്ച് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞ ആ ശരീരത്തിന് അടുക്കലേക്ക് ആരും വരാതെ ശിഷ്യന്മാർ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക. അവർ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ പിറ്റന്നാൾ ദർബയ്ക്ക് പോയെന്ന്. നമ്മളൊക്കെ ഒരു കല്ല് നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ 1 മാസമെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കും. ഇതങ്ങനല്ല. അവൻ പൂർണ്ണമായി സൗഖ്യമായി. അതുകൊണ്ടാണ് അവൻ പിറ്റന്നാൾ ദർബയ്ക്ക് പോയത്. പക്ഷെ ഈ സമയം, എത്ര സമയമാണ് താൻ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടത്, എപ്പോഴാണ് ശരീരത്തിൽ ജീവൻ മടങ്ങി വന്നത് നമുക്കറിയില്ല. പക്ഷേ വചനം പറയുന്നു, ഇതിനുള്ളിൽ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതിനെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയൊന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ കഴിയാത്തതും പറവാൻ സാധിക്കാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയിക്കുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂടനാകിയില്ല. ഹല്ലേലൂയ. മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത, ദൂതന്മാർ സംസാരിക്കുന്ന സ്വർഗീയ ഭാഷയെ കേട്ട പൗലോസിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ എന്ന് അറിയുന്നില്ല. അവൻ 3-ാം സ്വർഗത്തോളം. പിന്നീട് പറയുന്നു, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയത്തില്ല.
പറുദീസയിൽ എത്തിച്ചേരണമോ ശരീരത്തെ ഈ ഭൂമിയിൽ വിടണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. നമ്മുടെ ശരീരത്തിന് ഒരു പരിധിക്ക് അപ്പുറത്ത് താഴോട്ട്, ഈ ഭൂമിയുടെ താഴോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പലപ്പോഴും കിണറിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ശ്വാസം കിട്ടാതെ മരിക്കുന്നത്. ആദ്യമേ ഒരു കിണറിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചൂട്ട് കത്തിച്ച് തീ കത്തിച്ചൊക്കെ നോക്കാറുണ്ട്. അഥവാ തീ കെട്ടുപോയാൽ ശ്വാസമില്ല എന്ന. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ ഭൂമി, നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ അടിയിലേക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴിക്കകത്തേക്കൊന്നും ശ്വാസം വരാറില്ല. ശ്വാസം അവിടെ ഇല്ല. നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓസോൺ ലെയർ അതല്ലെങ്കിൽ ഓക്സിജന്റെ ലെവല് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇല്ല എന്ന് നമുക്കറിയാം. പിന്നെ അവിടെ ചെന്നാൽ ശ്വാസം കിട്ടത്തില്ല. ഈ ഭൂമിക്കകത്ത് ഒരു നിശ്ചിത ഏരിയക്കകത്ത് താമസിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരെ നമ്മൾ. നമ്മുടെ ഈ ശരീരം കൊണ്ട് ചന്ദ്രനിൽ പോലും പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ അതിന് വേണ്ടതായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വേണം. അങ്ങനെ പോയി എത്ര നാൾ നിൽക്കാൻ പറ്റും? ഓക്സിജൻ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഓക്സിജൻ മാത്രമല്ല, ഈ ചന്ദ്രനിൽ തന്നെ -120 ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. ചൊവ്വയിലാണെങ്കിൽ -180 ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നു. അപ്പോ ഈ മൈനസ് ടെമ്പറേച്ചറിനെ ഇത്രമാത്രം നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. -40 ഒക്കെ കാനഡയിൽ പലയിടത്തൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, കാർഗിലൊക്കെ ഏരിയയിൽ -40 ഒക്കെ വരാറുണ്ട്. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അതിനെക്കാട്ടും ഈ -120 എന്നൊക്കെ പറഞ്ഞ് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് -180. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശരീരത്തിന് ചൂട്, തണുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു പരിധിക്ക് അപ്പുറത്ത് വഹിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ഈ ശരീരത്തിന് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കത്തക്ക നിലവാരത്തിലുള്ള ക്രമീകരണമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഈ ശരീരം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് സ്വർഗീയ സ്ഥാനങ്ങളെ അവകാശമാക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിനകത്ത് വളരെ ആഴത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ശരീരം വിട്ട് നമുക്ക് പുതിയ ശരീരത്തിലേക്ക് പോകുന്നതും ഈ ഭൂമി വിട്ട് മറ്റൊരു ഭൂമിയിലേക്ക്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞു, അവൻ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ കർത്താവ്, വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അത് എവിടെ നിന്ന് എവിടേക്കാണ് ഈ യാത്ര പോകുന്നത്? ദൈവം ഒരു ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു, അതിനകത്ത് മനുഷ്യനെ ഉണ്ടാക്കി, അതിനെ വാഴുവാൻ തക്കവണ്ണം നമ്മളെ ആക്കി വെച്ചു. എന്നാൽ വാഴുവാൻ ഏൽപ്പിക്കപ്പെട്ട ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൽ നകന്ന് ദൈവദേശം നഷ്ടമായി, ഭൂമി ശാപഗ്രസ്തമായി, മനുഷ്യൻ ശാപഗ്രസ്തനായി തീർന്നു. അങ്ങനെ മരണം വാഴുവാൻ തുടങ്ങി. ആ മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും കൊണ്ടുപോകുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അതിന് നമുക്ക് ഒരു പുനരുത്ഥാനം ആവശ്യമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു രൂപാന്തരം ആവശ്യമാണ്. നമ്മളെ ഈ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും കൊണ്ടുപോകുമെന്നാണ് ദൈവത്തിന്റെ വചനം ഉറപ്പ് തരുന്നത്. ഇപ്പോൾ കാണുന്ന ആകാശവും ഇപ്പോൾ കാണുന്ന ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി 2 പത്രോസ് 3-ാം അധ്യായം 5 മുതൽ 13-ാം വാക്യം വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അവിടെ അവസാനം എങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മളോ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഈ 21-ാം അധ്യായത്തിൽ മാത്രമല്ല, പത്രോസിന്റെ ലേഖനത്തിലും പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സമുദ്രം ഉണ്ടാകത്തില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ വെള്ളമുണ്ടോ എന്ന അന്വേഷണത്തിലാണ്. കാരണം മനുഷ്യന് ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളമുണ്ടെങ്കിൽ അവിടെ മനുഷ്യനുണ്ടാകുമെന്നുള്ള ചിന്തയാണ്. കാരണം ഇപ്പോഴും മനുഷ്യന്റെ ചിന്താഗതി, പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെയും ജീവിക്കുന്നത്. അല്ല പ്രിയമുള്ളവരെ, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിലും സമുദ്രമില്ല. പുതിയ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ ശരീരമാണ്. ആ സ്വർഗീയ ശരീരം കൊണ്ട് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെയാണോ? ഞാൻ പറഞ്ഞു വന്നത്, ശരീരം വിട്ടാൽ എത്തിച്ചേരാൻ സ്ഥലമുണ്ട്. അത് ഇപ്പോൾ പറുദീസയാണ്. അവൻ എടുക്കപ്പെട്ടു വന്ന അത് മുകളിലാണെന്ന് കാണാൻ കഴിയുന്നു. പണ്ട് ഇത് താഴെയായിരുന്നെങ്കിൽ, താഴെ തന്നെ മുകളിലും 2 സ്റ്റെപ്പായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇപ്പോൾ ആ സ്ഥലം അബ്രഹാമിന്റെ മടിയല്ല, പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗീയ പറുദീസയാണ് ഒരുക്കപ്പെട്ടത്.
സ്വർഗീയ ദൂതന്മാർ ഉച്ചരിക്കുന്ന ഭാഷകളെ കേട്ട പൗലോസ് അത്രമാത്രമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. ആ വെളിപ്പാടിൽ നിന്നാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് രേഖപ്പെടുത്തുന്നത്. അതേ പൗലോസ് തന്നെ വിട്ടുപിരിഞ്ഞ കർത്താവിനോട് ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിനകത്താണെങ്കിലും ഇങ്ങനെയുള്ള വാക്യങ്ങളെ കാണുവാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രിയമുള്ളവരെ, ഈ ശരീരം കൈപ്പണിയാണ്, മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം കൈപ്പണിയല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു സ്വർഗീയ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നനായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഉടുപ്പുണ്ട്. ഏതുടുപ്പാണ്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ആദം പാപം ചെയ്ത് അവൻ നഗ്നനായി പോയി. ആ സ്ഥാനത്ത് ക്രിസ്തുവിനെ ധരിക്കുന്നവർ അവർ നഗ്നരല്ല, അവർക്ക് വസ്ത്രമുണ്ട്, ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്. ആ ക്രിസ്തു മുഖാന്തരമാണ് പിതാവിന്റെ അടുക്കൽ എത്തുവാൻ നമുക്ക് ഓപ്പൺ ഡോർ. അതുകൊണ്ടാണ് തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് ജീവനുള്ള പുതുവഴിയായി കർത്താവ് ഒരു വാതിൽ തുറന്നുവെന്നും അതിൽ കൂടെ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ പിതാവിന്റെ അടുക്കൽ കടന്നു ചെല്ലാൻ കഴിയുമെന്നും എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യമൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആമേൻ. ഉരുവാനല്ല, ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ക്രിസ്തു നമുക്ക് ഇനി ഉരിയേണ്ട ആവശ്യമില്ല. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇതിന് മീതെ ഒരു സ്വർഗീയ ശരീരം വേണം. അതിനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയിലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ വാക്യം പറയുമ്പോൾ ചില ആൾക്കാരുടെ അകത്തൊരു ചിന്ത ഉണ്ടാകാറുണ്ട്, നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിനോടല്ലേ ചേരുന്നത്? അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇരിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്തല്ലേ? അങ്ങനെയാണ് നമ്മളും പോകുന്നത് പിതാവിന്റെ വലതുഭാഗത്തേക്കല്ലേ? അങ്ങനെ ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഈ ഒരു വാക്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. പിന്നെയോ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല നിങ്ങൾ എത്തിയത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തി. ഒരു ദൈവദാസനെതിരെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ മരിക്കുന്നവരെല്ലാവരും പിതാവിന്റെ അടുക്കൽ സ്വർഗീയ യെരൂശലേം അല്ലെങ്കിൽ പിതാവിന്റെ വലതുഭാഗത്തുള്ള യേശുവിന്റെ അടുക്കലേക്കാണ് പോകുന്നതെന്ന്. പ്രിയമുള്ളവരെ, പിതാവിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഇപ്പോൾ താൻ ആയിരിക്കുന്ന സിംഹാസനത്തിനടുക്കിലേക്ക് നമ്മൾ ചെല്ലുമെന്നുള്ള അവിടെ നമ്മളായിരിക്കുമെന്ന് പറയുന്ന വാക്യങ്ങളൊന്നും വാസ്തവത്തിലില്ല. അതിന് കാരണം ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 21-ാം അധ്യായത്തിനകത്ത് നമ്മോട് ദൈവം പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ പുതിയ യെരൂശലേം ഇറങ്ങുന്നത് കണ്ടു. അവർ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം.
അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടി ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം, ദൈവം പുതിയ യെരൂശലേമിനെ താഴോട്ടിറക്കിയിട്ട് ദൈവവും നമ്മുടെ കൂടെ വസിപ്പാൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങോട്ട് കൊണ്ടുപോകാമെന്നല്ല, ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്നല്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മരിക്കുന്നവർ പർദീസയിലേക്കാണ് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, സ്വർഗം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. ഒരു മനുഷ്യന് ചിന്തിച്ചുകൂടാൻ കഴിയാത്ത നിലവാരത്തിലാണ്. സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് യേശു പറഞ്ഞില്ലേ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ? അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവം, തന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ, അവനെ മക്കളാക്കി ദൈവം തീർത്തു തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ. ആ ദൈവം നമ്മുടെ കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ആദമിനെ ദൈവം സൃഷ്ടിച്ച് സ്വർഗത്തിലല്ലായിരുന്നു വരുത്തിയത്, മറിച്ച് ഈ ഏദൻ തോട്ടത്തിൽ, ഈ ഭൂമിയിലായിരുന്നു. അവിടെ ദൈവം ഇറങ്ങി വരികയായിരുന്നു ചെയ്തത്. മറിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് നമ്മെ കൊണ്ട് ഇരുത്താമെന്ന് യേശു പറഞ്ഞു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ആ കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. ഞാൻ പറയുന്ന കാര്യം വിശ്വസിപ്പാൻ കഴിയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ വചന വെളിപ്പാടുകൾ അനേക കാര്യങ്ങൾ വീണ്ടും പറയുവാനുണ്ട്. ഇപ്പോൾ ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചോ ലൈഫ് ആഫ്റ്റർ ഡെത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാ പോകുന്നത്. ഇപ്പോൾ മരിക്കുന്നവർ പർദീസയിലാണ് പോകുന്നത്. അതും സ്വർഗമാണ്, പക്ഷെ പിതാവിന്റെ വലതുഭാഗമല്ല. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് നമുക്കൊരു ദിവസം വരുന്നു പിതാവിന്റെ കൂടെ വസിപ്പാൻ വേണ്ടിയുള്ളത്. ഈ മരിച്ചവരും കാത്തിരിക്കുന്നത് യേശുവിന്റെ വരവിന് വേണ്ടിയാണ്. 1 തെസ്സലോനിക്ക ലേഖനം നമ്മൾ പലപ്പോഴും ശവടക്ക ശുശ്രൂഷയിൽ നമ്മൾ പങ്കുവെക്കാറുള്ള വചനഭാഗമാണ്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കുമെന്ന് പറയുന്നത് വിട്ടുപിരിഞ്ഞ കർത്താവിനോട് ചേരുവാനാണ് ആഗ്രഹം. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്താണ് യേശു ഉള്ളത്. അപ്പോൾ തന്നെ ദൈവ സർവ്വവ്യാപിയാണ്. അതുകൊണ്ടല്ലേ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത്? യോഹന്നാൻ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു. യോഹന്നാൻ സുവിശേഷം 14:23, 15 അല്ല 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇതൊക്കെ നമ്മൾക്ക് ആത്മമണ്ഡലത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. പരിശുദ്ധാത്മ നമ്മുടെ കൂടെയുണ്ട്. ആ ആത്മാവിനാൽ പിതാവിനെയും പുത്രനെയും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലുമാണ്. ഈ അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ലിറ്ററലി നമ്മൾ കർത്താവിനോട് ചേരുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. ക്രിസ്തുവിൽ മരിച്ചവർ വിശ്രമത്തിലാണ്. അവർ കാത്തിരിക്കുന്നത് യേശുവിന്റെ വരവിന് വേണ്ടിയാണ്. യേശു വരുമ്പോൾ ഒരു പുതിയ സ്വർഗീയ ശരീരത്തിന് ഉടമകളായി തീരും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വാനമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുമെന്ന് വചനം പറയും. അതിനുശേഷമാണ് പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. മഹോദര കാലത്തെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് മറ്റൊരു സമയത്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും.
എന്നാൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അവിടെ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിക്കും. ദൈവത്തിന്റെ കൂടാരം, കൂടാരം എന്നാണ് പറഞ്ഞത്, പെർമനന്റ് അല്ല കൂടാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ആഴമേറിയ ടീച്ചിങ് ഒന്നും അവിടെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്നറിയാം, ദൈവം നമ്മുടെ കൂടെ വസിക്കും. അതെങ്ങനെയാണ്, പിന്നീട് എന്താണ് എന്നറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൂടാരമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. പെർമനന്റ് പ്ലേസ് വേറെയാണ്. പക്ഷെ ദൈവം തന്റെ കൂടാരം നമ്മുടെ കൂടെ ആയിരിക്കും, നമ്മുടെ കൂടെ വസിക്കും. അവിടെ മരണം ഉണ്ടാകത്തില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മരിക്കുന്നവർ സ്വർഗീയ പ്രതീക്ഷയിലാണ്. അത് സ്വർഗത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അത് പിതാവിന്റെ വലതുഭാഗമല്ല. പിതാവിന്റെ വലതുഭാഗത്ത്, അതല്ലെങ്കിൽ ആ സ്വർഗീയ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് നമ്മൾ കയറുമെന്ന് ഒരിടത്തും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്നെക്കാട്ട് നന്നായിട്ട് അറിവുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവ് പങ്കുവെക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് കമന്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ ആ വാക്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. നമുക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. ഞാൻ പറയുന്നു, ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാ അറിവും തികഞ്ഞവനല്ല. എനിക്ക് ലഭ്യമായ വെളിപ്പാടുകൾ, അതിനകത്ത് ഒരു ക്ലാരിറ്റി ദൈവം തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, മരണം ഒന്നിന്റെയും അവസാനമല്ല. ഇവിടം വിട്ടാൽ എത്തിച്ചേരാൻ സ്ഥലമുണ്ട്, കാത്തിരിപ്പാൻ ആളുണ്ട്, ഒരു പർദീസയുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടെ ഈ ഭൂമിയിലായിരിക്കും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആ യേശുവിന്റെ വരവിന് വേണ്ടിയാ. എന്നാൽ മാത്രമേ സ്വർഗീയ ശരീരം കിട്ടുള്ളൂ. സ്വർഗീയ ശരീരം കൂടാതെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എത്തിപ്പെടാൻ കഴിയത്തില്ല. അവിടെ സമുദ്രമില്ല. അവിടെ ദൈവം തന്റെ കൂടാരം മനുഷ്യന്റെ കൂടെ അടിക്കും. അവൻ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന ആ ഒരു ദിനത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ഭൂമിയിൽ കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു ദേശത്തേക്കുള്ള യാത്രയിലാണ്. പ്രിയമുള്ളവരെ, മരണം ഭയക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പലരും മരണത്താൽ മാറ്റപ്പെട്ടു. ക്രിസ്തുവിലാണെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട, വറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ്. അവരുടെ അകത്ത് നമ്മെ കുറിച്ച് ദുഃഖമില്ല, നിരാശയില്ല. എന്നാൽ ക്രിസ്തുവിലല്ലെങ്കിൽ അവർ ഇപ്പോഴും നിരാശയിൽ തന്നെയാണ് കിടക്കുന്നത്. അവർ യാത്രാ സ്ഥലത്താണ്. അവിടെ എത്തപ്പെടാൻ ഇടയാകരുത്. ആകയാൽ യേശു ഏക വഴിയാണ് പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ. പ്രിയമുള്ളവരെ, യേശുവിനെ കൂടാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. പിതാവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആ സുദിനം, ദൈവത്തോട് ചേരുന്ന ആ സുദിനം, ആ പ്രത്യാശ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഇനിയും മറ്റൊരു സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങൾ ഇത് കേട്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നിങ്ങളുടെ വെളിപ്പാടുകളും പങ്കുവെക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രത്യേകിച്ച് അരോമ ടിവിയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററോടും എന്റെ നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഛത്തീസ്ഗഡിൽ വലിയ പീഡനങ്ങളിൽ കൂടെ സഭ കടന്നു പോകുന്നു. അനേക ആൾക്കാര് പ്രയാസത്തിലായിരിക്കുന്നു. പക്ഷേ ദൈവപ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വേലയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. നിത്യതയെക്കുറിച്ചുള്ള ഈ വെളിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓട്ടം മുമ്പോട്ട് ഓടുവാൻ ഒരു പ്രത്യാശയായി തീരട്ടെ. നമുക്ക് എത്തിച്ചേരാൻ ഒരു സ്ഥലമുണ്ട്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുമുണ്ട്. ആകയാൽ ഈ യാത്ര മുമ്പോട്ട് ഓടുക. ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളെല്ലാം ഒരു നാൾ മാറിപ്പോകും. പക്ഷേ നമുക്കൊരു സ്വർഗീയ സ്ഥലമുണ്ട്. അതിലേക്കുള്ള ഓട്ടത്തിൽ ധൈര്യത്തോടെ ഓടുക. കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. കണ്ണടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നീ അല്പമായി പങ്കുവെച്ചു. ഇവിടെ വിട്ടാൽ എത്തിച്ചേരാൻ ഒരു സ്ഥലമുണ്ട്, ഒരു സ്വർഗീയ പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറത്തൊരു പുതിയ ആകാശം, പുതിയ ഭൂമിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. പിതാവ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി ഞങ്ങളോട് വസിക്കുന്ന ആ ഒരു കാലം, ആ സ്വർഗീയ യെരൂശലേമിൽ എത്തിച്ചേരുന്ന ഒരു കാലം. കർത്താവെ, ആ ലക്ഷ്യത്തെ നോക്കി മുമ്പോട്ട് ഓടുവാൻ വേർപാടിന് വേദന അനുഭവിക്കുന്ന അനേക ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നഷ്ടമായി പോയപ്പോൾ അവരെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ, ഓർമ്മകൾ ഹണ്ട് ചെയ്യുന്ന അനുഭവം. എന്നാൽ അതിൽ നല്ല ക്രിസ്തുവിനുള്ള ഈ പ്രത്യാശയുടെ ഹൃദയത്തിലേക്ക് നിറച്ച്, കർത്താവെ, ഇവിടം വിട്ടാൽ എത്തിച്ചേരാൻ സ്ഥലമുണ്ടെന്നും അവർ സേഫ് ആണെന്നും, ഞാനും ഈ ഭൂമി വിട്ടാൽ കർത്താവിന്റെ കൂടെ തന്നെ ആയിരിക്കണമെന്നുള്ള ചിന്ത ആ സ്വർഗീയ പ്രതീക്ഷയിൽ എത്തിച്ചേരുക. മറിച്ച് കർത്താവ് വരികയാണെങ്കിൽ നേരെ കർത്താവെ, ആ സ്വർഗീയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, ആ സ്വർഗത്തിന്റെ വിശാലതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വീണ്ടും എൻ്റെ അകത്ത് തരണം. ആ യൂണിവേഴ്സ്, ആ പ്രപഞ്ചം, അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് ഞങ്ങളുടെ അകത്ത് തന്നാട്ടെ. ഈ വചനം കേട്ട ആരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതെ നഷ്ടമായി പോകുവാൻ ഇടയാക്കരുത്. അവരെല്ലാം നിത്യതയിൽ കാണട്ടെ. അവരുടെ അകത്തെല്ലാം പ്രത്യാശ വർദ്ധിക്കട്ടെ.
അവിടെ എല്ലാം ആത്മീയമണ്ഡത്തിൽ ഒരു ഉണർവുണ്ടാകട്ടെ. ഈ വചനം അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും അതേ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ ആയിരിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ അങ്ങ് സൗഖ്യമാക്കുകയും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്താട്ടെ. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com